ചൈന തങ്ങളുടെ സിയാൻ H-20 സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബർ 2023 ജൂൺ 8 മുതൽ ലഡാക്കിന് സമീപം പരീക്ഷിച്ചു വന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേക ദിവസമായ ജൂൺ 22 വരെ ഈ പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിലവിൽ പരീക്ഷണഘട്ടത്തിലുള്ള ചൈനയുടെ H-20 സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബറിന് ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ കഴിയുമോ എന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനായി പ്രൊജക്ട് ചെയ്യപ്പെടുന്ന സബ്സോണിക് സ്റ്റെൽത്ത് ബോംബർ ഡിസൈനാണ് സിയാൻ H-20 എന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ തന്ത്രപ്രധാനമായ പദ്ധതി എന്നാണ് H-20 ബോംബർ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. ചൈന വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സമർപ്പിത സ്ട്രാറ്റജിക് ബോംബർ ആയിരിക്കും H-20. 2025ഓടെ ഈ ബോംബർ സർവീസിൽ പ്രവേശിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സിയാൻ H-20 2022 തന്നെ പരീക്ഷണത്തിന് തയ്യാറായിരുന്നു. എന്നിരുന്നാലും അനാവശ്യമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ക്ഷണിച്ചു വരുത്തുമെന്നതും ലോകത്ത് COVID-19 വൈറസ് ബോധപൂർവം പടർത്തുകയാണെന്ന ആരോപണങ്ങളെ തുടർന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാളിയെ അനാച്ഛാദനം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിന്നു. സിയാൻ H-20 വഴി ചൈന ലോകത്തിന്റെ പുതിയ സൂപ്പർ പവർ എന്ന സന്ദേശം ലോകത്തിന് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. കൂടാതെ തായ്വാൻ, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കുന്ന ശക്തിയുടെ പ്രതീകം കൂടിയാണിത്. ചൈനയുടെ H-20 എങ്ങനെയാണ് ഇന്ത്യക്ക് ഭീഷണിയാകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൈബർ ചാരവൃത്തിയിലൂടെ പാശ്ചാത്യ വിമാനങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്നതിൽ ചൈനയ്ക്ക് മികച്ച ചരിത്രമുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കൻ B-2 സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബറിന്റെ ചൈനീസ് പതിപ്പായിരിക്കും H-20 എന്ന് പറയപ്പെടുന്നു. B-2വിന്റെ കഴിവുകൾ നോക്കിയാൽ ചൈനീസ് H-20യുടെ കഴിവുകൾ നമുക്ക് ഏകദേശം കണക്കാക്കാൻ കഴിയും. B-2 പോലെ തന്നെ ടെയിൽലെസ് ഫ്ലൈയിങ് വിംഗ് ഡിസൈനാണ് H-20ക്കുമുള്ളത്. കണക്കുകൾ പ്രകാരം 12,000 കിലോമീറ്ററിലധികം ദൂരം 20 ടണ്ണിലധികം പേലോഡ് വഹിച്ച് പറക്കാൻ ഇതിന് കഴിയും. കൂടാതെ ഇതിന്റെ പേലോഡിൽ 500 പൗണ്ട് ബോംബുകൾ മുതൽ സ്റ്റാൻഡ് ഓഫ് ക്രൂയിസ് മിസൈലുകൾ, ആണവായുധങ്ങൾ എന്നിവ വരെ വഹിക്കാൻ കഴിയും. ഈ സവിശേഷതകളെല്ലാം H-20 ബോംബറിനെ ഇന്ത്യക്കൊരു ഭീഷണിയായി ഉയർത്തിക്കാട്ടുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ സിയാൻ H-20 ഇന്ത്യക്കൊരു ഭീഷണിയാകാത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ H-20 ബോംബർ ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ ബോംബ് വർഷിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. H-20യുടെ ഇൻഡക്ഷൻ ചൈനയ്ക്ക് ഒരു പുതിയ നേട്ടവും നൽകുന്നില്ല. കാരണം ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിക് ബോംബറുകൾ ചൈന ഇതിനോടകം തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവയിൽ നിന്നുമുള്ള സിയാൻ H-20യുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സ്റ്റെൽത്തും റേഞ്ചുമാണ്. ചൈനീസ് പ്ലാറ്റ്ഫോമുകൾ അവരുടെ സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം മികച്ചതാണെന്ന് നമ്മൾക്ക് നന്നായി അറിയാം. ടിബറ്റിന് മുകളിലൂടെ പറക്കുന്ന ചൈനയുടെ സ്വയം പ്രഖ്യാപിത സ്റ്റെൽത്ത് ഫൈറ്ററായ J-20 പോലും സുഖോയ് 30 MK വിമാനങ്ങൾക്ക് കണ്ടെത്താനാകും. H-20 ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതിനാൽ ഇന്ത്യൻ റഡാറുകൾക്ക് കൂടുതൽ ദൃശ്യമാകുന്ന തരത്തിൽ വളരെ വലിയ RCS ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇനി റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്ക പോലെയുള്ള കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ എതിരാളികൾക്കെതിരെ ഉപയോഗപ്രദമാണെങ്കിലും കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കെതിരെ ഇവ ഉപയോഗപ്രദമാകില്ല എന്നതാണ് സത്യം. മറ്റു ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന സ്വയം പ്രഖ്യാപിത സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബറുകൾ ചൈന വികസിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇന്ത്യക്കെതിരെ മിസൈൽ പ്രയോഗിക്കാൻ ചൈന തുനിഞ്ഞാൽ പ്രത്യാക്രമണത്തിന് ഇന്ത്യൻ മിസൈൽ ആയുധ ശേഖരം സജ്ജമാണ്. കൂടാതെ അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. ബോംബറുകൾ വാങ്ങുന്നതും പരിപാലിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ചെലവേറിയ കാര്യമാണ് എന്നതിനപ്പുറം ഒരു പൂർണ്ണമായ യുദ്ധമില്ലെങ്കിൽ ആധുനിക ബോംബറുകൾ തികച്ചും ഉപയോഗശൂന്യമാണ് എന്നതാണ് സത്യം. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ബോംബർ ഫൈറ്റർ എസ്കോർട്ട് തന്ത്രം ആധുനിക സാഹചര്യത്തിൽ പ്രവർത്തനക്ഷമമല്ല എന്നത് ലോകത്തിന് ബോധ്യമായതാണ്. അതിനാൽ തന്ത്രപരമായ ബോംബിങ്ങിന് ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങൾ ബോംബറുകളെക്കാൾ വളരെ ഉപയോഗപ്രദമാണ്. ബലാക്കോട്ട് വ്യോമാക്രമണം പോലെയുള്ള കര ആക്രമണ റോഡുകൾ നിർവഹിക്കാൻ കഴിയുന്ന വിവിധ മൾട്ടി റോൾ ആക്രമണ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന നിലവിൽ പ്രവർത്തിപ്പിക്കുന്നു. അതിനാൽ തന്നെ യഥാർത്ഥ പോരാട്ടത്തിൽ തങ്ങളുടെ H-20 ബോംബറുകൾ ഉപയോഗിക്കാനുള്ള അവസരം ചൈനീസ് വ്യോമസേനയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതിനാൽ സമാനമായൊരു ബോംബർ നിർമ്മിക്കുക എന്ന ആശയം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. പകരം നമ്മുടെ ഫൈറ്റർ സ്ക്വാഡ്രോണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഏതെങ്കിലും ബോംബറിന് പകരം റഫാലിന്റെ അധിക സ്ക്വാഡ്രോണുകൾ വാങ്ങുന്നത് കൂടുതൽ യുക്തിസഹമായ തീരുമാനമായിരിക്കും. ചൈനീസ് സാങ്കേതിക വിദ്യ എത്രത്തോളം വിശ്വസനീയമാണെന്നും അവരുടെ പൈലറ്റുമാർക്ക് എത്രത്തോളം പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ചൈന വികസിപ്പിച്ചെടുക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും ഗുണനിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആധുനിക യുഗത്തിൽ ക്രൂയിസ് മിസൈലുകൾക്ക് ബോംബറുകളുടെ പങ്ക് എളുപ്പത്തിൽ വഹിക്കാൻ കഴിയുമെന്നതിനാൽ ചൈനയ്ക്ക് പുതിയ തന്ത്രപരമായ നേട്ടങ്ങളൊന്നും H-20 ബോംബർ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ബോംബറുകൾ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഒരു ആസ്തി മാത്രമായതിനാൽ ബോംബിങ്ങിന്റെ തോത് വളരെ വലുതായിരിക്കുമ്പോൾ മാത്രമേ ഇവ ഉപയോഗപ്രദമാകൂ. ഇന്ത്യൻ മണ്ണിൽ ചൈനക്കാർ നടത്തുന്ന ഇത്തരം സാഹസങ്ങൾ ചൈനയ്ക്കും അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ചൈനയുടെ H-20 ബോംബർ ഇന്ത്യക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നതാണ് സത്യം.